നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബ്രിട്ടനിൽ കൊട്ടിഘോഷിച്ച് ലേബർ സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച കുടിയേറ്റ നിയമത്തിലെ പരിഷ്കാരങ്ങൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള എതിർപ്പുകളാൽ പാതി വഴിയിൽ മുടങ്ങും. കുടിയേറ്റ നയത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് പാർട്ടിക്കുള്ളിലെ കടുത്ത ഇടതുപക്ഷ എംപിമാർ. ബ്രിട്ടീഷ് സംസ്കാരത്തിനും പാരമ്പര്യത്തിനും നിരക്കാത്ത കടുത്ത നിയമങ്ങൾ കൊണ്ടുവരുവാനുള്ള പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട നിരവധി എംപിമാർ സർക്കാരിന് നിവേദനം സമർപ്പിച്ചു. പുതിയ കുടിയേറ്റ നിയമത്തിന് അന്തിമ രൂപമായി. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടന്റെ പുനർനിർമ്മാണത്തിൽ ഇന്ത്യൻ കുടിയേറ്റക്കാർക്ക് സുപ്രധാന പങ്കെന്ന ഈസ്റ്റേൺ ഇന്ത്യ സെന്ററിന്റെ പഠന റിപ്പോർട്ട് ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഇന്ത്യൻ വംശജരുടെ നിരന്തര പരിശ്രമം പ്രധാനപ്പെട്ട പങ്കാണ് വഹിച്ചതെന്ന പുതിയ പഠന റിപ്പോർട്ട് പറയുന്നു. 1940 മുതൽ 2019 ബ്രെക്സിറ്റ് അനന്തര കാലഘട്ടം വരെ വലിയ തോതിൽ ബ്രിട്ടനിലേക്ക് കുടിയേറ്റ തരംഗമുണ്ടായത് 4 തവണ. UK-യിൽ ഡോക്ടർമാർ 29% ശമ്പള വർധനയ്ക്കായി സമരം ചെയ്യുമ്പോൾ കഠിന ജോലി ചെയ്തു വരുന്ന നഴ്സുമാർ അടക്കമുള്ള NHS ജീവനക്കാരോട് നീതികേട് കാണിച്ച സർക്കാർ. ലേബർ ഗവൺമെന്റ് പ്രഖ്യാപിച്ച 2026-27 വർഷത്തെ NHS ജീവനക്കാർക്കുള്ള ശമ്പള വർധന അപമാനിക്കലെന്ന് ജീവനക്കാർ. NHS ജീവനക്കാർക്ക് 3.3% മാത്രം ശമ്പള വർധന. പ്രതിഷേധം ശക്തമാക്കി NHS ജീവനക്കാർ. ഇറാനുമേലുള്ള സമ്മർദ്ദം കൂടുതൽ ശക്തമാക്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS ജെറാൾഡ് ആർ ഫോർഡിനെ കരീബിയൻ കടലിൽ നിലയുറപ്പിച്ച അമേരിക്കൻ സേന. ഇറാനുടൻ ആണവായുധ കരാറിലെത്തിയില്ലെങ്കിൽ വേദനാജനകമായ പ്രതികരണം നേരിടേണ്ടി വരുമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. യുദ്ധത്തിന് കോപ്പുകൂട്ടി അമേരിക്കൻ പ്രസിഡന്റ്. ഖാലിസ്ഥാൻ അനുകൂല പ്രവർത്തകനായ ഗുർപന്തൻ സിംഗ് പന്നുവിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ കേസിൽ ഇന്ത്യൻ പൗരനായിട്ടുള്ള നിഖിൽ ഗുപ്ത അമേരിക്കൻ കോടതിയിൽ കുറ്റം സമ്മതിച്ചു. പന്നുവിനെ കൊലപ്പെടുത്തുവാൻ ഹിറ്റ്മാൻ എന്ന് കരുതിയ ഒരാൾക്ക് $15,000 മുൻകൂർ നൽകിയതായി ഗുപ്തയുടെ വെളിപ്പെടുത്തൽ ഫെഡറൽ കോടതിയിൽ. കൊലപാതകം, ഗൂഢാലോചന, പണം വെളുപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ സമ്മതിച്ച് ഗുപ്ത. ശിക്ഷാവിധി മെയ് 29. പരമാവധി 40 വർഷം വരെ തടവ് ലഭിക്കാം. 40 CRPF ജവാന്മാർ വീരമൃത്യു വരിച്ച പുൽവാമ ഭീകരാക്രമണത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾക്ക് ഇന്ന് 7 ആണ്ട്. ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ പുൽവാമയിൽ CRPF കോൺവോയ് വാഹനത്തിന് നേരെ ചാവേർ സ്ഫോടനം നടന്നത് 2019 ഫെബ്രുവരി 14. ഇന്ത്യൻ വ്യോമസേന തിരിച്ചടി നൽകിയത് 2019 ഫെബ്രുവരി 26. ശ്രീനഗറിലും പ്രാന്തപ്രദേശങ്ങളിലും പോലീസിന്റെ മിന്നൽ പരിശോധന. മണിപ്പൂരിൽ ഉക്രുൽ ജില്ലയിൽ നാഗ കുക്കി സംഘർഷം അവസാനിക്കുവാൻ ധാരണയായി. ഉക്രുൽ ജില്ലയിലെ ഇന്റർനെറ്റ് നിരോധനം പിൻവലിച്ചു. സംഘർഷം ധാരണയിലെത്തിച്ചത് കേന്ദ്ര സേനകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ താങ്കുൽ നാഗ ലോങ്ങും കുക്കി പ്രാദേശിക നേതൃത്വമായിട്ടുള്ള കുക്കിംഗ് എൻപിയുമായി നടത്തിയ ചർച്ചകളിൽ. ഒഴിവായത് വൻ കലാപം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ K മുരളീധരൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കുമെന്ന് സൂചന. തന്റെ പ്രവർത്തന മണ്ഡലം വട്ടിയൂർക്കാവ് തന്നെയെന്ന് K മുരളീധരൻ. വട്ടിയൂർക്കാവ് തിരിച്ചു പിടിക്കുവാൻ മുരളി തന്നെ ഇറങ്ങണമെന്ന് നേതൃത്വം. തിരുവനന്തപുരത്ത് ശബരിനാഥന്റെയും ശിവകുമാറിന്റെയും പേരുകൾ പരിഗണനയിൽ. പാർട്ടിക്ക് വേണ്ടി കുറച്ച് അധ്വാനിച്ചാൽ ഇലക്ഷൻ ജയിക്കാമെന്ന് K മുരളീധരൻ. വാർത്തകൾ വിശദമായി. ബ്രിട്ടനിൽ കൊട്ടിഘോഷിച്ച് ലേബർ സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച കുടിയേറ്റ നിയമത്തിലെ പരിഷ്കാരങ്ങൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള എതിർപ്പുകളാൽ പാതി വഴിയിൽ മുടങ്ങും. പാർട്ടിക്കുള്ളിലെ കടുത്ത ഇടതുപക്ഷ എംപിമാരാണ് ഇപ്പോൾ പുതിയ കുടിയേറ്റ നയത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ബ്രിട്ടീഷ് സംസ്കാരത്തിനും പാരമ്പര്യത്തിനും നിരക്കാത്ത കടുത്ത നിയമങ്ങൾ കൊണ്ടുവരുവാനുള്ള പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി എംപിമാരാണ് സർക്കാരിന് സമർപ്പിച്ച നിവേദനത്തിൽ പറയുന്നത്. പുതിയ കുടിയേറ്റ നിയമത്തിന് അന്തിമ രൂപമായി. ബ്രിട്ടനിൽ കൊട്ടിഘോഷിച്ച് ലേബർ സർക്കാർ കൊണ്ടുവരുവാൻ ഉദ്ദേശിച്ച കുടിയേറ്റ നിയമത്തിലെ പരിഷ്കാരങ്ങൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള എതിർപ്പുകളാൽ പാതി വഴിയിൽ മുടങ്ങുമെന്ന അവസ്ഥയായിരിക്കുകയാണ്. പുതിയ കുടിയേറ്റ നിയമത്തിന് അന്തിമ രൂപമായി. എന്നാൽ മാൻഡേഴ്സൺ വിവാദത്തിൽ കാലുകൾ ഇടറി നിൽക്കുന്ന സ്റ്റാർമർക്ക് വലിയൊരു തിരിച്ചടിയായിരിക്കുകയാണ് UK-യിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയന്റെ പിന്തുണയോടെയുള്ള ഈ നീക്കം. UK-യിൽ സ്ഥിരതാമസത്തിനും ജോലി ചെയ്യുന്നതിനും അർഹതയുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിനുമുള്ള അനുമതി നൽകുന്ന പെർമനന്റ് സെറ്റിൽമെന്റ് PR സ്റ്റാറ്റസിലുള്ള സാധാരണ കാലാവധി 5 വർഷത്തിൽ നിന്നും 10 വർഷമാക്കാനാണ് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് ആലോചിക്കുന്നത്. കേരളമാർക്ക് ഇത് 15 വർഷവും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർക്ക് ഇത് 20 വർഷവുമാക്കിയേക്കും. ക്രിമിനൽ പശ്ചാത്തലമില്ലാതെ ഇരിക്കുക, A ലെവൽ നിലവാരത്തിലുള്ള ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം തുടങ്ങിയ നിർദ്ദേശങ്ങളും പരിഗണനയിലുണ്ട്. അതേസമയം അപേക്ഷകർ ഉയർന്ന വരുമാനമുള്ളവരും ബ്രിട്ടനിലെ തന്ത്രപ്രധാന മേഖലകളിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട സംഭാവനകൾ ചെയ്യാൻ കഴിവുള്ളവരുമാണെങ്കിൽ ഈ കാത്തിരിപ്പ് കാലാവധി കുറച്ചു കിട്ടും. സർക്കാരിന്റെ ഈ നയത്തിനെതിരെയാണ് ഇപ്പോൾ 35 ലേബർ എംപിമാരും യൂണിസൺ യൂണിയൻ നേതാവ് ആൻഡ്രിയ യഗനും ഒപ്പിട്ട നിവേദനം എത്തിയിരിക്കുന്നത്.
സെറ്റിൽമെന്റ് മാനദണ്ഡങ്ങൾ മാറ്റുവാനുള്ള നീക്കം കുടിയേറ്റക്കാരോടുള്ള വഞ്ചനയാണ് എന്നും സോഷ്യൽ കെയർ പോലുള്ള പല മേഖലകളിലും ഇത് വൻ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും നിവേദനത്തിൽ പറയുന്നു. പരസ്പര സമ്മതത്തോടെ ഇവിടെ ജോലി ചെയ്യാൻ എത്തുന്നവരുമായുള്ള കരാർ പാതി വഴിയിൽ റദ്ദാക്കാൻ സർക്കാരിന് കഴിയില്ല എന്നും അവർ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. സോഷ്യൽ കെയർ മേഖലയെ അപ്പാടെ തകർക്കുന്നതാണ് ഇത്തരമൊരു നീക്കമെന്നും പറയുന്നു. നിലവിൽ UK-യിലുള്ള കുടിയേറ്റക്കാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പുതിയ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കണമെന്നും എംപിമാർ ആവശ്യപ്പെടുന്നു. മാൻഡേഴ്സൺ വിഭാഗത്തോടെ പാർട്ടിക്കുള്ളിൽ സ്റ്റാർമറുടെ നില ദുർബലമായിരിക്കുകയാണ്. ഈ അവസരം മുതലെടുത്ത് കടുത്ത ഇടതുപക്ഷ നിലപാടുകൾ നടപ്പിലാക്കാനാണ് ഒരു കൂട്ടം എംപിമാർ ശ്രമിക്കുന്നത്. അതേസമയം ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി തികഞ്ഞ മൗനം പാലിക്കുകയാണ്. സ്കോട്ടിഷ് ലേബർ നേതാവ് അന സർവാർ പ്രധാനമന്ത്രിയുടെ രാജി പരസ്യമായി ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ കൂടുതൽ എംപിമാർ എതിരാവുന്നത് സ്റ്റാർമർക്ക് കൂടുതൽ തിരിച്ചടിയാകും. എന്നാൽ ഈ പ്രശ്നത്തിന്റെ പേരിൽ സർക്കാർ താഴെ ഇറങ്ങുകയും മറ്റൊരു തിരഞ്ഞെടുപ്പ് ആസന്നമാവുകയും ചെയ്താൽ അധികാരത്തിലെത്തുക റിഫോം UK ആയിരിക്കുമെന്ന ചിന്തയും ലേബർ എംപിമാരെ അലട്ടുന്നു. കുടിയേറ്റ നയത്തിൽ കൂടുതൽ കർക്കശ സമീപനമുള്ള റിഫോം UK അധികാരത്തിലെത്തുന്നത് ബ്രിട്ടനിൽ സുന്ദരമായ ജീവിതം സ്വപ്നം കാണുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാരുടെ മോഹങ്ങൾ എന്നേക്കുമായി തകർത്തെറിയലാവുമെന്ന ആശങ്ക കുടിയേറ്റക്കാരിലും ശക്തമാകുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടന്റെ പുനർനിർമ്മാണത്തിൽ ഇന്ത്യൻ കുടിയേറ്റക്കാർക്ക് സുപ്രധാന പങ്കെന്ന് ഈസ്റ്റേൺ ഇന്ത്യ സെന്ററിന്റെ പഠന റിപ്പോർട്ട്. ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഇന്ത്യൻ വംശജരുടെ നിരന്തര പരിശ്രമം പ്രധാനപ്പെട്ട പങ്കാണ് വഹിച്ചതെന്ന് പുതിയ പഠന റിപ്പോർട്ട് പറയുന്നു. 1940-കൾ മുതൽ 2019 ബ്രെക്സിറ്റാനന്തര കാലഘട്ടം വരെ വലിയ തോതിൽ ബ്രിട്ടനിലേക്ക് കുടിയേറ്റ തരംഗമുണ്ടായത് 4 തവണയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഇന്ത്യൻ വംശജരുടെ നിരന്തര പരിശ്രമം പ്രധാനപ്പെട്ട പങ്കാണ് വഹിച്ചതെന്ന് പുതിയ പഠന റിപ്പോർട്ട് പറയുന്നു. ഈസ്റ്റേൺ ഇന്ത്യ സെന്റർ പ്രസിദ്ധീകരിച്ച ധവള പത്രത്തിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധാനന്തരം 1940-കൾ മുതൽ 2019 ബ്രെക്സിറ്റാനന്തര കാലഘട്ടം വരെ 4 കുടിയേറ്റ തരംഗങ്ങളാണ് ബ്രിട്ടനിൽ ഉണ്ടായതെന്ന് ഇതിൽ പറയുന്നു. രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിലും പുരോഗമനത്തിലും ഇന്ത്യൻ വംശജർ കാതലായ പങ്ക് വഹിച്ചതായും ധവളപത്രം പറയുന്നു. തൊഴിലുടമയുടെ ആവശ്യാനുസരണവും യോഗ്യതകൾ പരസ്പരം അംഗീകരിച്ചുമുള്ള കൂടുതൽ മെച്ചപ്പെട്ട വിസ റൂട്ടുകൾ ഇന്ത്യയുമായി വേണമെന്നും ധവളപത്രത്തിൽ പറയുന്നുണ്ട്. അതുപോലെ ഓരോ മേഖലയിലെയും ഇരു രാജ്യങ്ങളിലും നിയന്ത്രണാധികാരമുള്ള സ്ഥാപനങ്ങൾ തൊഴിലാളികളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റും മറ്റ് രേഖകളും പരിശോധിക്കുന്നതിൽ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കണമെന്നും പറയുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യയിലുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളാലും ബ്രിട്ടനിൽ ആകർഷകമായ വേതനം ലഭിക്കാം എന്നതിനാലും നിരവധി പേർ ഇന്ത്യയിൽ നിന്നും ഇവിടേക്ക് കുടിയേറുകയുണ്ടായി. പിന്നീട് 1972 ബ്രിട്ടീഷ് പൗരത്വമുള്ള നിരവധി ഇന്ത്യക്കാർ ഉഗാണ്ടയിൽ നിന്നും പുറത്താക്കപ്പെട്ടതോടെ ബ്രിട്ടനിലെത്തി. ഫാമിലി റീയൂണിയൻ വിസയിലൂടെ ഇവിടെ എത്തിയ ഇക്കൂട്ടരിലധികവും ലെസ്റ്റർ, ബർമിംഗ്ഹാം എന്നിവിടങ്ങളിൽ താമസം ആരംഭിച്ച് വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുകയായിരുന്നു. 1990-കളിൽ IT വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിലുണ്ടായ കുതിപ്പിനെ തുടർന്നായിരുന്നു ബ്രിട്ടനിലേക്ക് മൂന്നാമതൊരു കുടിയേറ്റ തരംഗമുണ്ടായത്. IT മേഖലയിൽ മാത്രമല്ല, ട്രാൻസ്പോർട്ട്, ഉൽപാദനം, അതിഥി സൽക്കാരം തുടങ്ങിയ മേഖലകളിലേക്കും ഇക്കാലത്ത് ഇന്ത്യയിൽ നിന്നും തൊഴിലാളികളുടെ വൻതോതിലുള്ള കുത്തൊഴുക്കുണ്ടായി. 2016 ശേഷം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളിൽ ഭൂരിഭാഗവും ബ്രിട്ടൻ വിട്ടുപോയപ്പോഴാണ് ആ വിടവ് നികത്തുവാൻ ഇന്ത്യക്കാർ വലിയ തോതിൽ ബ്രിട്ടനിലേക്ക് എത്തിയത്. ഇതാണ് 4ാമത്തെ കുടിയേറ്റ തരംഗം. അതിനു പുറമെ കുടിയേറ്റ നയം കൂടുതൽ ഉദാരമാക്കിയതോടെ വിദ്യാർത്ഥികളും ഹെൽത്ത് കെയർ വർക്കർമാരും വലിയ തോതിൽ ഇന്ത്യയിൽ നിന്നും ബ്രിട്ടനിലേക്ക് എത്താൻ തുടങ്ങി. കോവിഡിനെ തുടർന്ന് ആരോഗ്യ മേഖലയിൽ നിരവധി ഒഴിവുകൾ ഉണ്ടായതോടെ ഈ ഒഴുക്കും വർദ്ധിച്ചു. സ്കിൽഡ് വർക്കർ വിസയിലൂടെ ബ്രിട്ടനിൽ കുടിയേറിയവരിൽ കൂടുതൽ പേർ ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. മാത്രമല്ല, NHS-ലെ പ്രൊഫഷണൽ ജീവനക്കാരിൽ 16% സാങ്കേതിക രംഗത്തെ ജീവനക്കാരിൽ 13% ഇന്ത്യൻ കുടിയേറ്റക്കാരാണ്. ആർട്ടിക് മേഖലയിൽ നിന്നുള്ള ശീതക്കാറ്റ് ബ്രിട്ടനിലേക്ക് എത്തുന്നുവെന്ന് മെറ്റ് ഓഫീസിന്റെ മുന്നറിയിപ്പ്. -7 വരെ താപനില താഴുന്നതോടെ 4 ഇഞ്ച് കനത്തിൽ മഞ്ഞും ഐസും വീഴും. UK-യുടെ ചില ഭാഗങ്ങളിൽ ഇതിനോടകം തന്നെ യെല്ലോ അലേർട്ടുകൾ നിലവിൽ വന്നു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ അതിതീവ്രമായ ശൈത്യകാല കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുക എന്ന് കാലാവസ്ഥാ നിരീക്ഷകരടക്കം മുന്നറിയിപ്പ് നൽകുന്നു. ആർട്ടിക് മേഖലയിൽ നിന്നുള്ള ശീതക്കാറ്റ് ബ്രിട്ടനിലേക്ക് എത്തുന്നുവെന്ന് മെറ്റ് ഓഫീസിന്റെ മുന്നറിയിപ്പ്. -7 വരെ താപനില താഴുന്നതോടെ 4 ഇഞ്ച് കനത്തിൽ മഞ്ഞും ഐസും വീഴും. UK-യുടെ ചില ഭാഗങ്ങളിൽ ഇതിനോടകം തന്നെ യെല്ലോ അലേർട്ടുകൾ നിലവിൽ വന്നു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ അതിതീവ്രമായിട്ടുള്ള ശൈത്യകാല കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുക എന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകി. സ്കോട്ട്ലാൻഡ്, ഓർക്നി, ഷെറ്റ്ലാൻഡ്, ആംഗസ്, പെർത്ത്, കിൻഡോസ്, വടക്ക് കിഴക്കൻ ഇംഗ്ലണ്ട്, യോർക്ക്ഷയർ, ഹാംബർ എന്നിവിടങ്ങളിലെല്ലാം തന്നെ യെല്ലോ അലേർട്ട് പ്രാബല്യത്തിലുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് UK ആരോഗ്യ സുരക്ഷാ ഏജൻസിയും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
വടക്കൻ ഇംഗ്ലണ്ടിലും മിഡ്ലാൻഡിലും ആരോഗ്യ സുരക്ഷാ ഏജൻസിയുടെ യെല്ലോ അലേർട്ട് തിങ്കളാഴ്ച രാവിലെ 8 മണി വരെ പ്രാബല്യത്തിലുണ്ടായിരിക്കും. ആരോഗ്യ സാമൂഹ്യക്ഷേമ മേഖലയിലെ കാലാവസ്ഥ ചെറിയ തോതിൽ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. പ്രായമേറിയവർക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നവർക്കും ഈ കാലാവസ്ഥ അപകടകരമാണ് എന്നുള്ള മുന്നറിയിപ്പ് കൂടി വരുന്നുണ്ട്. 2025 വെയിൽസ് സ്ക്വയർ അവാർഡിൽ ഇൻഡിപെൻഡന്റ് സെക്ടർ നഴ്സ് ഓഫ് ദ ഇയർ വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടിയ മലയാളി നഴ്സ് ഷൈനി സ്കറിയയ്ക്ക് അപൂർവ അംഗീകാരം. ബ്രിട്ടീഷ് രാജകുടുംബം ഒരുക്കിയ പ്രത്യേക രാജകീയ വിരുന്നിലേക്ക് ഷൈനിക്ക് ഔദ്യോഗിക ക്ഷണം ലഭിക്കുകയും വിരുന്നിൽ പങ്കെടുത്ത ഷൈനിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്യുകയാണ്. ഇപ്പോൾ കിങ് ചാൾസ് രാജ്ഞി, മറ്റ് രാജകുടുംബാംഗങ്ങൾ, പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ എന്നിവരുൾപ്പെടെ നിരവധി വിശിഷ്ടാതിഥികൾ പങ്കെടുത്ത ഈ വിരുന്നിലേക്ക് ക്ഷണം ലഭിച്ച ഏക മലയാളിയാണ് ഷൈനി സ്കറിയ. രാജകീയ വേദിയിൽ കിങ് ചാൾസുമായുള്ള നേരിട്ടുള്ള സൗഹൃദ സംഭാഷണത്തിനും ഷൈനിക്ക് അവസരം ലഭിച്ചു. 2013 കേരളം സന്ദർശിച്ച അനുഭവവും തന്റെ 65ാം ജന്മദിനം കുമരകത്ത് ആഘോഷിച്ചതുമാണ് രാജാവ് ഓർമ്മിപ്പിച്ചത്. കൊല്ലം സ്വദേശിയായ ഷൈനി വെയിൽസിലെ റയാഡറിലുള്ള കാരോൺ ഗ്രൂപ്പിൽ സീനിയർ നഴ്സായി സേവനം അനുഷ്ഠിക്കുകയാണ്. സാമൂഹിക പരിരക്ഷാ മേഖലയിലെ മികച്ച സേവനത്തിനുള്ള അംഗീകാരമായ ഈ പുരസ്കാരം ഷൈനിയുടെ സമർപ്പിത പ്രവർത്തനത്തിന് ലഭിച്ച ഉയർന്ന ബഹുമതിയായി വിലയിരുത്തപ്പെടുന്നു. സൗദി അറേബ്യയിലെ റിയാദിൽ കുട്ടികളുടെ ICUവിൽ സേവനമനുഷ്ഠിച്ച ശേഷം 2020 ഷൈനി വെയിൽസിലേക്ക് മാറിയത്. UK ഡോക്ടർമാർ 29% ശമ്പള വർധനയ്ക്കായി സമരം ചെയ്യുമ്പോൾ കഠിന ജോലി ചെയ്തു വരുന്ന നഴ്സുമാർ അടക്കമുള്ള NHS ജീവനക്കാർക്ക് നക്കാപ്പിച്ച ഓഫർ. 2026-27 വർഷത്തെ NHS ജീവനക്കാർക്കുള്ള ശമ്പള വർധന ലേബർ ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് അപമാനിക്കുന്നത് പോലെയാണ് എന്നുള്ള ആരോപണം ഉയരുന്നു. ഇംഗ്ലണ്ടിലെ 1.4 മില്യൺ NHS ജീവനക്കാരെ അപമാനിക്കുന്ന തരത്തിൽ 3.3% മാത്രം വരുന്ന പാക്കേജാണ് അനുവദിച്ചിരിക്കുന്നത്. പണപ്പെരുപ്പത്തിനും താഴെ നിൽക്കുന്ന വർധനയ്ക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് റേറ്റിംഗ് പ്രഖ്യാപിച്ച വർധന ഫ്രണ്ട് ലൈൻ ജീവനക്കാരെ ചതിക്കുന്നതാണ് എന്ന് ഹെൽത്ത് യൂണിയനുകൾ ആരോപിക്കുന്നു. നഴ്സുമാർ, മിഡ്വൈഫുമാർ, പോർട്ടർമാർ എന്നിങ്ങനെ വിവിധ NHS ജീവനക്കാർക്കാണ് പണപ്പെരുപ്പത്തിലും താഴെയുള്ള വർധനവ് അനുവദിച്ചത്. കഴിഞ്ഞ മാസം 3.4% പണപ്പെരുപ്പം. അടുത്ത സാമ്പത്തിക വർഷം പണപ്പെരുപ്പം താഴുമെന്ന കണക്കുകൂട്ടലിൽ വിശ്വസിച്ചാണ് നഴ്സുമാർ ഉൾപ്പെടെയുള്ള NHS ജീവനക്കാർക്ക് ഈ പാക്കേജ് സ്ട്രീറ്റിംഗ് പ്രഖ്യാപിച്ചത്. എന്നാൽ യൂണിയനുകൾ ഈ പ്രഖ്യാപനത്തിനെതിരെ രോഷാകുലമായാണ് പ്രതികരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ പണപ്പെരുപ്പത്തിനും താഴെ ലഭിക്കുന്ന വർധനവുകളിൽ നിന്നും മുക്തി നേടാൻ ശ്രമിക്കുന്ന NHS ജീവനക്കാർക്ക് ഇത് ആശ്വാസമാകില്ല എന്നാണ് യൂണിയനുകൾ പറയുന്നത്. പുതിയ ഓഫർ അപമാനിക്കലാണ് എന്നാണ് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗും റോയൽ കോളേജ് ഓഫ് മിഡ്വൈഫും പ്രതികരിച്ചത്. ഉയരുന്ന വിലക്കയറ്റം പോലും പരിഗണിക്കാതെയാണ് പാക്കേജ് വന്നിരിക്കുന്നത്. പണപ്പെരുപ്പം താഴ്ന്നില്ലെങ്കിൽ NHS ജീവനക്കാർക്ക് വലിയൊരു പേ കട്ടാണ് ഗവൺമെന്റ് അടിച്ചേൽപ്പിക്കുന്നതാണ്. സിസ്റ്റം പ്രതിസന്ധി നിൽക്കുമ്പോൾ ഒപ്പം നിൽക്കുന്നവരെ പരിഗണിക്കേണ്ടത് ഇങ്ങനെയല്ല എന്നും RCC ജനറൽ സെക്രട്ടറി പ്രൊഫസർ നിക്കോള റേഞ്ചർ പറയുന്നു. മറ്റ് പൊതുമേഖലാ പാക്കേജുകൾ കൂടി വന്ന ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് യൂണിയൻ വ്യക്തമാക്കി. വരുന്ന വേനലിൽ സ്വിറ്റ്സർലൻഡ് പുതിയൊരു ചരിത്രം കുറിക്കാൻ ഒരുങ്ങുകയാണ്. രാജ്യത്തെ ജനസംഖ്യ 10 മില്യണായി പരിമിതപ്പെടുത്തണമെന്ന് തീവ്ര വലതുപക്ഷ പാർട്ടിയായിട്ടുള്ള സ്വിസ് പീപ്പിൾസ് പാർട്ടിയുടെ നിർദ്ദേശത്തിന് മേൽ സ്വിസ് ജനത വോട്ടിന് ഒരുങ്ങുകയാണ്. യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള പല സുപ്രധാന കരാറുകൾക്കും അത്തരമൊരു നീക്കം ഭീഷണിയാകുമെന്ന് വിമർശകർ മുന്നറിയിപ്പ് നൽകുന്നു. മാത്രമല്ല, ജനസംഖ്യ പരിമിതപ്പെടുത്തുവാനുള്ള നീക്കം സാമ്പത്തിക വികസനത്തെ തടസ്സപ്പെടുത്തുമെന്നും അവർ പറയുന്നു. പാർലമെന്റിന്റെ 2 സഭകളും വ്യാപാര സാമ്പത്തിക സേവന വിഭാഗത്തിലെ പ്രമുഖരും ഒരുപോലെ നിരാകരിച്ച സ്വിസ് പീപ്പിൾസ് പാർട്ടിയുടെ നിർദ്ദേശം വരുന്ന ജൂൺ 10 കൺസൾട്ടേഷന് വരുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഈ നിർദ്ദേശം നടപ്പിലാവുകയാണ് എങ്കിൽ നിലവിലെ ജനസംഖ്യയായിട്ടുള്ള 9.1 മില്യൺ എന്നത് 9.5 മില്യൺ മറികടന്നാൽ വിദേശികളുടെ കുടുംബാംഗങ്ങളും അഭയാർത്ഥികളും ഉൾപ്പെടെയുള്ള പുതിയ ആളുകളെ രാജ്യത്ത് പ്രവേശിപ്പിക്കുന്നതിൽ നിന്നും തടയാൻ സ്വിസ് സർക്കാരും പാർലമെന്റും ബാധ്യസ്ഥരാകും. ജനസംഖ്യ 10 മില്യണിലെത്തിയാൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കണം. എന്നിട്ടും ജനസംഖ്യ കുറയുന്നില്ല എങ്കിൽ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള സ്വതന്ത്ര സഞ്ചാര കരാറിൽ നിന്നും പിൻവാങ്ങണമെന്നും ഈ നിർദ്ദേശത്തിൽ പറയുന്നു. അങ്ങനെ സംഭവിച്ചാൽ സ്വിറ്റ്സർലൻഡിന് അതിന്റെ ഏറ്റവും വലിയ കയറ്റുമതി വിപണി നഷ്ടമാകുമെന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ സ്വിറ്റ്സർലൻഡിലെ ജനസംഖ്യ അയൽവക്കത്തെ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളേതിനേക്കാൾ വേഗത്തിലാണ് വർദ്ധിക്കുന്നത്. സാമ്പത്തിക രംഗത്ത് വൻ നേട്ടം കൈവരിക്കുവാനായതോടെ കുറഞ്ഞ നൈപുണ്യ ആവശ്യമുള്ള തൊഴിലുകൾക്ക് അതിനു മുതൽ വൻ കോർപ്പറേറ്റ് ഉദ്യോഗസ്ഥ തലത്തിലേക്ക് വരെ ആളുകൾ ഒഴുകിയെത്താൻ തുടങ്ങിയതാണ്
ഈ വർധനയ്ക്ക് കാരണമായത്. നിലവിൽ സ്വിറ്റ്സർലൻഡിൽ താമസിക്കുന്നവരിൽ 27% പേർക്ക് പൗരത്വമില്ല. ഇപ്പോൾ ഉണ്ടാകുന്ന ജനസംഖ്യാ വിസ്ഫോടനം വീടുകളുടെ വാടക വർദ്ധിക്കുന്നതിനും അതുപോലെ പൊതു സംവിധാനങ്ങൾക്ക് മേൽ അമിത സമ്മർദ്ദത്തിനും ഇടയാക്കുന്നു എന്നാണ് സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയായ സ്വിസ് പീപ്പിൾസ് പാർട്ടി പറയുന്നത്. 1999 മുതൽ തുടർച്ചയായി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും 1-ാം സ്ഥാനത്തെത്തുന്ന പാർട്ടി വിദേശികൾ നടത്തുന്ന കുറ്റകൃത്യങ്ങളെ എടുത്തു കാണിച്ച് കുടിയേറ്റത്തിനെതിരെയും വൻ പ്രചരണം നടത്തുന്നുണ്ട്. സ്വിറ്റ്സർലൻഡിലെ നേരിട്ടുള്ള ജനാധിപത്യ രീതി വഴി സുപ്രധാന തീരുമാനങ്ങളിൽ പൊതുജനങ്ങൾക്കും വോട്ടിങ്ങിലൂടെ ഭാഗവാക്കാവാൻ കഴിയും. സ്വിസ് പീപ്പിൾസ് പാർട്ടി കൂടെ ഈ ഉപാധി ഉപയോഗിക്കാറുണ്ട് എങ്കിലും വെറും 10% അവസരങ്ങളിൽ മാത്രമേ ഇത് വിജയം കണ്ടിട്ടുള്ളൂ. എന്നാൽ ഡിസംബറിൽ നടന്ന ഒരു അഭിപ്രായ സർവേയിൽ ജനസംഖ്യ 10 മില്യണാക്കി പരിമിതപ്പെടുത്തുന്നതിന് 48% പേരുടെ പിന്തുണ ലഭിച്ചിരുന്നു. ഇറാനുമേലുള്ള സമ്മർദ്ദം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള നീക്കവുമായിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS ജെറാൾഡ് ആർ ഫോർഡിനെ പശ്ചിമേഷ്യയിലുള്ള എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലിനൊപ്പം ചേരാൻ ട്രംപ് ഉത്തരവിട്ടതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ട്രംപ് ഈ ഉത്തരവിൽ ഒപ്പുവച്ചിരിക്കുന്നത്. US ദൗത്യത്തിന്റെ ഭാഗമായിരുന്ന USS ജെറാൾഡ് ആർ ഫോർഡ് നിലവിൽ കരീബിയൻ കടലിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. വെനസ്വേലൻ പ്രസിഡന്റായിരുന്ന നിക്കോളസ് മഡുറോയെയും ഭാര്യയെയും പിടികൂടിയ US ദൗത്യത്തിന്റെ ഭാഗമായിരുന്ന USS ജെറാൾഡ് ആർ ഫോർഡ് നിലവിൽ കരീബിയൻ കടലിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. US-ന്റെ 38-ാം പ്രസിഡന്റ് ജെറാൾഡ് ഫോർഡിന്റെ പേരിൽ അറിയപ്പെടുന്ന ഈ യുദ്ധക്കപ്പലിന് ഏകദേശം 60 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ 75 വിമാനങ്ങൾ വരെ വഹിക്കുവാൻ കഴിയും. 1 മാസത്തിനുള്ളിൽ ഇറാനുമായി കരാറിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും കരാറിലെത്തിയില്ല എങ്കിൽ ഇറാൻ വളരെ വേദനാജനകമായ പ്രതികരണം നേരിടേണ്ടി വരുമെന്നും ട്രംപ് ഭീഷണി അറിയിച്ചു. മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച US-ന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകൻ ജെറാദ് കുഷ്ണറും ഒമാനിൽ ഇറാൻ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറഗാച്ചിയുമായിട്ട് പരോക്ഷമായിട്ടുള്ള ചർച്ചകൾ നടത്തിയെങ്കിലും അതിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടായില്ല. അതിനിടയിലാണ് ഇറാനുമേലുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടന്നുകയറ്റം. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS ജെറാൾഡ് ആർ ഫോർഡിനെ പശ്ചിമേഷ്യയിലുള്ള എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലിനൊപ്പം ചേരാൻ ട്രംപ് ഉത്തരവിട്ടത് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ട്രംപ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. US ദൗത്യത്തിന്റെ ഭാഗമായിരുന്ന USS ജെറാൾഡ് ആർ ഫോർഡ് നിലവിൽ കരീബിയൻ കടലിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ട്രംപ് ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല എങ്കിൽ ഇറാനിൽ വലിയ യുദ്ധസാധ്യത ഉണ്ട് എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പാണ് ട്രംപ് നൽകുന്നത്. അമേരിക്കൻ സൈന്യത്തിന്റെ രഹസ്യ ദൗത്യങ്ങളിൽ കൃത്രിമ ബുദ്ധി അതായത് AI ഉപകരണങ്ങളുടെ ഉപയോഗം വർദ്ധിക്കുകയാണ് എന്നുള്ള സൂചന നൽകി പുതിയ റിപ്പോർട്ട് പുറത്തുവന്നു. വെനസ്വേലയിലെ മുൻ പ്രസിഡന്റ് നിക്കോളസ് മഡുറോയെ പിടികൂടാനുള്ള US സൈനിക ഓപ്പറേഷനിൽ ആന്ത്രോപിക് വികസിപ്പിച്ച AI ടൂൾ ക്ലോഡ് ഉപയോഗിച്ചതായി വിഷയവുമായി ബന്ധപ്പെട്ടവർ പറയുന്നു. കഴിഞ്ഞ മാസം കരാക്കസിൽ നടന്ന ആക്രമണങ്ങളിൽ മഡുറോയും ഭാര്യയും ലക്ഷ്യമായിരുന്നുവെന്നാണ് വിവരം. അമേരിക്കൻ സൈന്യത്തിന്റെ രഹസ്യ ദൗത്യങ്ങളിൽ കൃത്രിമ ബുദ്ധി അതായത് AI ഉപകരണങ്ങളുടെ ഉപയോഗം വർദ്ധിക്കുകയാണ് എന്നുള്ള സൂചനകൾ നൽകി പുതിയ റിപ്പോർട്ട് നിലവിൽ വന്നു. വെനസ്വേലൻ മുൻ പ്രസിഡന്റ് നിക്കോളസ് മഡുറോയെ പിടികൂടാനുള്ള US സൈനിക ഓപ്പറേഷനിൽ ആന്ത്രോപിക് വികസിപ്പിച്ച AI ടൂൾ ക്ലോഡ് ഉപയോഗിച്ചതായി വിഷയവുമായി ബന്ധപ്പെട്ടവർ പറയുന്നു. അതേസമയം അക്രമം, ആയുധ വികസനം, നിരീക്ഷണം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ക്ലോഡ് ഉപയോഗിക്കുന്നത് വിലക്കുന്നതാണ് ആന്ത്രോപിക്കിന്റെ മാർഗനിർദ്ദേശങ്ങൾ. പ്രത്യേക ദൗത്യങ്ങളിൽ ക്ലോഡ് ഉപയോഗിച്ചോ എന്ന കാര്യത്തിൽ പ്രതികരിക്കാനാകില്ല എന്ന് ആന്ത്രോപിക് വ്യക്തമാക്കി. പ്രതിരോധ വകുപ്പ് ഇത് സംബന്ധിച്ച് പ്രതികരണം നടത്തിയിട്ടില്ല. ഡാറ്റ കമ്പനിയായിട്ടുള്ള പാലന്റിയർ ടെക്നോളജീസുമായിട്ടുള്ള പങ്കാളിത്തത്തിലൂടെയാണ് ക്ലോഡ് പ്രതിരോധ വകുപ്പിൽ വിന്യസിച്ചത് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഈ പശ്ചാത്തലത്തിൽ ഏകദേശം $200 മില്യൺ വരെ മൂല്യമുള്ള ആന്ത്രോപിക് കരാർ റദ്ദാക്കണമോ എന്നതും ഭരണകൂടം ആലോചിക്കുന്നതായിട്ട് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പെന്റഗണിന്റെ ക്ലാസിഫൈഡ് ഓപ്പറേഷനുകൾ ഉപയോഗിക്കപ്പെട്ട ആദ്യ AI മോഡൽ ഡെവലപ്പറാണ് ആന്ത്രോപിക്. ഡോക്യുമെന്റ് സംഗ്രഹണം മുതൽ സ്വയം പ്രവർത്തിക്കുന്ന ഡ്രോണുകളുടെ നിയന്ത്രണം വരെ സൈനിക ആവശ്യങ്ങളിൽ AIക്ക് വലിയ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നു. ആന്ത്രോപിക് CEO ഡാരിയോ അമേർഡ് ഉൾപ്പെടെയുള്ള നേതാക്കൾ AIയുടെ സാമൂഹിക അപകടങ്ങളെക്കുറിച്ച് പരസ്യമായി തന്നെ ആശങ്കകൾ പ്രകടിപ്പിക്കുകയും ചെയ്തു. അതേസമയം കുറഞ്ഞ നിയന്ത്രണങ്ങളുള്ള AI നയമാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പിന്തുടരുന്നത് എന്ന ആരോപണവും ശക്തമാണ്. മുൻ ഓപ്പൺ AI ജീവനക്കാരാണ് ആന്ത്രോപിക് സ്ഥാപകർ. ഇതിനിടെ ഓപ്പൺ AIയും ഗൂഗിൾ ജെമിനിയും സൈനിക ആവശ്യങ്ങൾക്കായിട്ട് പ്രത്യേകം AI പ്ലാറ്റ്ഫോമുകളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. AIയും സൈനിക ശക്തിയും തമ്മിലുള്ള ബന്ധം ഇനി കൂടുതൽ ചർച്ചകൾക്ക് വഴിയൊരുക്കുമെന്നതിൽ സംശയമില്ല. ഖാലിസ്ഥാൻ അനുകൂല പ്രവർത്തകനായിട്ടുള്ള ഗുർപന്ത് സിംഗ് പന്നുവിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ കേസിൽ ഇന്ത്യൻ പൗരനായിട്ടുള്ള നിഖിൽ ഗുപ്ത അമേരിക്കൻ കോടതിയിൽ കുറ്റം സമ്മതിച്ചു.
2023 ന്യൂയോർക്കിൽ പന്നുവിനെ കൊലപ്പെടുത്തുവാൻ ഹിറ്റ്മാൻ എന്ന് കരുതിയ ഒരാൾക്ക് $15,000 മുൻകൂർ നൽകിയതായി ഗുപ്ത മാൻഹാറ്റനിലെ ഫെഡറൽ കോടതിയിൽ സമ്മതിച്ചു. ആദ്യം കുറ്റം നിഷേധിച്ചിരുന്ന ഗുപ്ത പിന്നീട് നിലപാട് മാറ്റുകയായിരുന്നു. ഖാലിസ്ഥാൻ അനുകൂല പ്രവർത്തകനായ ഗുർപന്ത് സിംഗ് പന്നുവിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തി എന്ന കേസിൽ ഇന്ത്യൻ പൗരനായിട്ടുള്ള നിഖിൽ ഗുപ്ത അവസാനം അമേരിക്കൻ കോടതിയിൽ കുറ്റം സമ്മതിച്ചു. 2023 ന്യൂയോർക്കിൽ പന്നുവിനെ കൊലപ്പെടുത്തുവാൻ ഹിറ്റ്മാൻ എന്ന് കരുതിയ ഒരാൾക്ക് ഏകദേശം $15,000 മുൻകൂർ നൽകിയതായി ഗുപ്ത മാൻഹാറ്റനിലെ ഫെഡറൽ കോടതിയിൽ അവസാനം വെളിപ്പെടുത്തൽ നടത്തി. ആദ്യം കുറ്റം നിഷേധിച്ചിരുന്ന ഗുപ്ത പിന്നീട് നിലപാട് മാറ്റുകയായിരുന്നു. ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള ഖാലിസ്ഥാൻ അനുകൂല സംഘടനയായ 6 for ജസ്റ്റിസ് നയിക്കുന്ന പന്നുവിനെ ലക്ഷ്യമിട്ടായിരുന്നു ഗൂഢാലോചന. അമേരിക്കൻ പൗരന്റെ സ്വതന്ത്ര പ്രസംഗാവകാശത്തെ ലക്ഷ്യമിട്ട ഗുരുതര കുറ്റമാണിതെന്ന് US അറ്റോർണി ജെ ക്ലൈറ്റൺ പറഞ്ഞു. വാടക കൊലപാതകം, അതിന്റെ ഗൂഢാലോചന, പണം വെളുപ്പിക്കൽ ഗൂഢാലോചന എന്നീ 3 കുറ്റങ്ങളാണ് ഗുപ്ത സമ്മതിച്ചത്. പരമാവധി 40 വർഷം വരെ തടവ് ലഭിച്ചേക്കാവുന്ന കുറ്റകൃത്യങ്ങൾ. ശിക്ഷാവിധി മെയ് 29 US ജില്ലാ ജഡ്ജി വിക്ടർ മരോര പ്രഖ്യാപിക്കും. 2024 ജൂണിൽ ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്ന് കൈമാറിയ ശേഷം ഗുപ്ത ബ്രൂക്ലിനിൽ ജാമ്യമില്ലാതെ കസ്റ്റഡിയിലാണ്. US കുറ്റപത്രം അനുസരിച്ച് ഇന്ത്യയിലെ സുരക്ഷാ ഇന്റലിജൻസ് ചുമതലയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥനെന്ന നിലയിൽ വിശേഷിപ്പിക്കപ്പെട്ട CC1 2023 മെയ്യിൽ ഗുപ്തയെ സമീപിച്ചിരുന്നു. പിന്നീട് CC1 വികാസ് യാദവ് ആണെന്ന് US സർക്കാർ തിരിച്ചറിയുകയും ചെയ്തു. 2024 ഒക്ടോബറിൽ യാദവിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചുവെങ്കിലും അദ്ദേഹം ഇന്ത്യയിലാണ് ഉള്ളത്. ഈ ഗൂഢാലോചനയെ കാനഡയിൽ കൊല്ലപ്പെട്ട ഖലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജ്ജറിന്റെ വധവുമായിട്ട് ബന്ധിപ്പിച്ചും US അന്വേഷണ ഏജൻസികൾ പരാമർശിച്ചു. വിഷയത്തിൽ അമേരിക്ക നൽകിയ വിവരങ്ങൾ ഗൗരവത്തോടെ ഏറ്റെടുത്ത് ഇന്ത്യ ഉന്നതതല അന്വേഷണം നടത്തിയെന്നും കുറ്റകരമായിട്ടുള്ള കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടി ശുപാർശ ചെയ്തിട്ടുണ്ട് എന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നു. ഇനി ഇന്നത്തെ വിനിമയ നിരക്ക്. 1 പൗണ്ട് 123 രൂപ 55 ഇന്ത്യൻ രൂപ. 1 പൗണ്ട് 1.15 യൂറോ. 1 US ഡോളർ 90.53 ഇന്ത്യൻ രൂപ. 1 യൂറോ 107.43 ഇന്ത്യൻ രൂപ. 1 പൗണ്ട് 1.36 US ഡോളർ. 1 കനേഡിയൻ ഡോളർ 66.47 ഇന്ത്യൻ രൂപ. നാഷണൽ ന്യൂസ്. 40 CRPF ജവാന്മാർ വീരമൃത്യു വരിച്ച പുൽവാമ ഭീകരാക്രമണത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾക്ക് ഇന്ന് 7 ആണ്ട് തികയും. ജമ്മു ശ്രീനഗർ ദേശീയപാതയിലെ പുൽവാമയിൽ CRPF കോൺവോയ് വാഹനത്തിന് നേരെ 2019 ഫെബ്രുവരി 14 ചാവേർ സ്ഫോടനം നടന്നത്. സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം CRPF വാഹന വ്യൂഹത്തിന് നേരെ ഇടിച്ചു കയറ്റുകയായിരുന്നു. സ്ഫോടനത്തിൽ അന്ന് 40 ജവാന്മാർക്ക് ജീവൻ നഷ്ടമായി. ജമ്മു ശ്രീനഗർ ദേശീയപാതയിലെ പുൽവാമയിൽ CRPF കോൺവോയ് വാഹനത്തിന് നേരെ 2019 ഫെബ്രുവരി 14 ചാവേർ സ്ഫോടനം നടന്നത്. സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം CRPF വാഹന വ്യൂഹത്തിന് നേരെ ഇടിച്ചു കയറ്റുകയായിരുന്നു. സ്ഫോടനത്തിൽ 40 ജവാന്മാർക്ക് അന്ന് ജീവൻ നഷ്ടമായി. 35-ലേറെ പേർക്ക് പരിക്കേറ്റു. പാകിസ്ഥാൻ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ചാവേറായി വന്ന ആദിർ അഹമ്മദ് ദറിന് ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ട് എന്ന് പിന്നീട് തെളിഞ്ഞു. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷമുണ്ടായ സംഭവങ്ങൾ രാജ്യത്തിന്റെ സൈനിക നയതന്ത്ര രൂപവൽക്കരണത്തെ സ്വാധീനിച്ചു. ഇന്ത്യ പാക് ബന്ധം കൂടുതൽ വഷളായി. പുൽവാമ ഭീകരാക്രമണത്തിന് കൃത്യം 12 ദിവസത്തിനകം ഇന്ത്യ തിരിച്ചടിച്ചു. 2019 ഫെബ്രുവരി 26 ഇന്ത്യൻ വ്യോമസേന ബാലാക്കോട്ടിലെ ഭീകരവാദ പരിശീലന കേന്ദ്രങ്ങളിലേക്ക് കയറി ചെന്ന് ആക്രമണം അഴിച്ചുവിട്ടു. പുൽവാമ സംഭവത്തിന്റെ ഓർമ്മയിൽ ഫെബ്രുവരി 14 ഇന്ത്യ കറുത്ത ദിനമായി ആചരിക്കുന്നു. ഭീകരാക്രമണത്തിൽ രക്തസാക്ഷികളായവരെ എല്ലാ വർഷവും രാജ്യം ആദരിക്കുന്നു. 7ാം വാർഷികത്തിന് മുന്നോടിയായി സുരക്ഷാ നടപടികൾ ശക്തമാക്കി. ശ്രീനഗറിലും മറ്റു നിരക്കേറിയ പ്രദേശങ്ങളിലും പോലീസ് മിന്നൽ പരിശോധന നടത്തി. മണിപ്പൂരിലെ ഉഖ്രുൽ ജില്ലയിലെ നാഗ കുക്കി സംഘർഷം അവസാനിപ്പിക്കുവാൻ ധാരണയായെന്ന് റിപ്പോർട്ടുകൾ. ഉഖ്രുൽ ജില്ലയിലെ ഇന്റർനെറ്റ് നിരോധനം പിൻവലിച്ചു. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ താങ്കുൽ നാഗ ഗോത്രങ്ങളുടെ ഉന്നതാധികാര സമിതിയായിട്ടുള്ള താങ്കുൽ നാഗ ലോങ്ങും കുക്കി പ്രാദേശിക നേതൃത്വമായിട്ടുള്ള കുക്കിംഗ് ഇൻബിയും കേന്ദ്രസേനകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചകളിലാണ് ധാരണയിൽ എത്തിയത് എന്നാണ് വിവരം. ലിറ്റാനിൽ 4 പേർ തമ്മിലുള്ള തർക്കമാണ് പിന്നീട് താങ്കുൽ നാഗ ഗോത്രവും കുക്കികളും തമ്മിൽ സംഘർഷമായി മാറിയത്. തുടർന്ന് 70-ൽ പരം വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും കത്തിച്ചു. കലാപം സംസ്ഥാനത്തിനെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരുന്നത് ഒഴിവാക്കുവാൻ താങ്കുൽ കുക്കി MLA-മാരും ശ്രമിച്ചു. സായുധ നാഗ സംഘടനയായിട്ടുള്ള നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഫോർ നാഗാലാൻഡും
കുക്കി സായുധ സംഘടനകളുടെ ഏകോപന സമിതിയായിട്ടുള്ള കുക്കി നാഷണൽ ഓർഗനൈസേഷനും തങ്ങളുടെ ഗോത്രങ്ങൾക്ക് പിന്തുണയുമായി സംഘർഷത്തിൽ ഇടപെട്ടതോടെ വൻ കലാപത്തിനുള്ള സാഹചര്യമാണ് സംസ്ഥാനത്ത് നിന്ന് ഉണ്ടായിരുന്നത്. ഇപ്പോൾ സ്ഥിതി ശാന്തമാണ്. അതേസമയം മണിപ്പൂരിലെ ഉഖ്രുൽ ജില്ലയിലെ നാഗ കുക്കി സംഘർഷം അവസാനിപ്പിക്കുവാൻ ധാരണയായി എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നു. ഉഖ്രുൽ ജില്ലയിലെ ഇന്റർനെറ്റ് നിരോധനം അടക്കം പിൻവലിച്ചിരിക്കുന്ന സാഹചര്യമായിരുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ താങ്കുൽ നാഗ ഗോത്രങ്ങളുടെ ഉന്നതാധികാര സമിതിയായിട്ടുള്ള താങ്കുൽ നാഗ ലോങ്ങും കുക്കി പ്രാദേശിക നേതൃത്വമായിട്ടുള്ള കുക്കിംഗ് ഇൻബിയും കേന്ദ്രസേനകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചകളിലാണ് ഈ ധാരണയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് വിവരം. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കടക്കവേ കോൺഗ്രസും CPM തമ്മിലുള്ള വാക്പോര് മുറുകുകയാണ്. എന്നാൽ ഇതിനിടെ രാജ്യസഭയിൽ തികച്ചും അപ്രതീക്ഷിതമായിട്ട് ഒരു രാഷ്ട്രീയ നീക്കം അരങ്ങേറി. CPM MP ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസ് ഉന്നയിച്ച വിഷയങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി തന്നെ നേരിട്ട് രംഗത്തെത്തി. ബ്രിട്ടാസിന്റെ പ്രസംഗത്തിലെ ഉള്ളടക്കത്തോടുള്ള യോജിപ്പ് പരസ്യമായി പ്രകടിപ്പിച്ച സോണിയയുടെ നടപടി രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. രാജ്യസഭയിലെ ശൂന്യവേളയിലാണ് ആസ്പദമായ സംഭവം നടന്നത്. തൊഴിലാളികൾ, കർഷകർ, യുവാക്കൾ എന്നിവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും India-US വ്യാപാര കരാറിനെ കുറിച്ചുമായിരുന്നു ജോൺ ബ്രിട്ടാസ് പ്രസംഗിച്ചത്. ഈ വിഷയങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ നിലപാടിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നുവെന്ന് സോണിയാഗാന്ധി അറിയിക്കുകയായിരുന്നു. സാധാരണയായി മറ്റംഗങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങളോട് സോണിയാഗാന്ധി ഒരു തരത്തിലും പരസ്യമായോ ഔദ്യോഗികമായോ യോജിപ്പ് പ്രകടിപ്പിക്കാറില്ല എന്നതുകൊണ്ട് ഈ നടപടിക്ക് വലിയ പ്രാധാന്യമുണ്ട്. കേവലം വാക്കുകളിൽ ഒതുക്കാതെ ബ്രിട്ടാസിന്റെ പരാമർശങ്ങളോട് യോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് സോണിയാഗാന്ധി രാജ്യസഭാ സെക്രട്ടേറിയറ്റിന് രേഖാമൂലം കത്ത് നൽകി. കോൺഗ്രസിന്റെ ഉപനേതാവായിട്ടുള്ള പ്രമോദ് തിവാരിയാണ് ഈ വിവരം ബ്രിട്ടാസിനെ നേരിട്ട് അറിയിച്ചത്. സോണിയാഗാന്ധി ബ്രിട്ടാസിന്റെ പ്രസംഗത്തോട് പൂർണ്ണമായും യോജിക്കുന്നുവെന്നും അതിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയതോടെ ഈ വിവരം പുറത്തു വന്നു. താൻ ആരോടും പിന്തുണ ആവശ്യപ്പെട്ടിരുന്നില്ല എന്നും സോണിയാഗാന്ധി സ്വമേധയാ മുന്നോട്ട് വരികയായിരുന്നുവെന്നും ബ്രിട്ടാസ് ഇതിനോട് പ്രതികരിക്കുകയും ചെയ്തു. ഈ നടപടി കേരളത്തിലെ കോൺഗ്രസുകാർക്കുള്ള ഒരു സന്ദേശമാണ് എന്ന് ബ്രിട്ടാസ് പറയുന്നു. കേരള ന്യൂസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ K മുരളീധരൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കുമെന്ന് സൂചന. പ്രവർത്തന മണ്ഡലം വട്ടിയൂർക്കാവ് തന്നെയെന്ന് മുരളീധരൻ നേതൃത്വത്തിന് സൂചന നൽകി. വട്ടിയൂർക്കാവ് തിരിച്ചുപിടിക്കുവാൻ മുരളി തന്നെ ഇറങ്ങണമെന്നാണ് നേതൃത്വത്തിന്റെയും നിലപാട്. അതേസമയം തിരുവനന്തപുരത്ത് ശബരിനാഥന്റെയും ശിവകുമാറിന്റെയും പേരുകളും ഇപ്പോൾ പരിഗണനയിലാണ്. പ്രവർത്തന മണ്ഡലം വട്ടിയൂർക്കാവ് തന്നെയെന്ന് മുരളീധരൻ അവസാനം തീരുമാനിച്ചു. അതുതന്നെ നേതൃത്വത്തിന് സൂചനയായി നൽകുകയും ചെയ്തു. വട്ടിയൂർക്കാവ് തിരിച്ചുപിടിക്കുവാൻ മുരളി തന്നെ ഇറങ്ങണമെന്നാണ് നേതൃത്വത്തിന്റെയും നിലപാട്. അതേസമയം തിരുവനന്തപുരത്ത് ശബരിനാഥന്റെയും ശിവകുമാറിന്റെയും പേരുകളും പരിഗണനയിലുണ്ട്. പാർട്ടി നിർദ്ദേശിച്ചിടത്തെല്ലാം മത്സരിച്ച രീതിയാണ് K മുരളീധരന് ഇതുവരെയുള്ളത്. അതുകൊണ്ട് തന്നെ മുരളീധരന് കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് നൽകണമെന്ന ആവശ്യം ഇക്കുറി പാർട്ടിയിൽ ഉയർന്നിട്ടുണ്ട്. 2 തവണ വിജയിച്ച സ്ഥലമെന്ന നിലയിലും സംഘടനാ ബലമുള്ള മണ്ഡലമെന്ന നിലയിലും വട്ടിയൂർക്കാവിൽ നിൽക്കാമെന്ന് മുരളീധരൻ നിലപാടെടുത്തതായതാണ് സൂചന. 2011-ലും 2016-ലും വിജയിച്ച മണ്ഡലം തിരിച്ചുപിടിക്കുവാൻ മുരളീധരനെ ഇറക്കണമെന്ന് പാർട്ടിയിലും ആവശ്യം ഉയർന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതിയ യാത്ര കുറ്റ്യാടിയിലെത്തിയപ്പോൾ നടത്തിയ പിടിവലിയിൽ സ്നേഹത്തള്ളലാണെങ്കിലും സ്നേഹത്തല്ലാണെങ്കിലും അത് തിരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യുമെന്ന് K മുരളീധരൻ പ്രതികരിച്ചിരുന്നു. ചാനലിൽ മുഖം കാണിക്കുവാൻ തള്ളുന്നവരോട് ജനങ്ങൾക്ക് പരിഹാസമാണുള്ളത് എന്നും അദ്ദേഹം തുറന്നടിച്ചു. ഇലക്ഷൻ ജയിക്കാൻ ഇത്തരം തള്ളുകൾ സഹായകരമല്ല എന്നും ആ നേരത്ത് പാർട്ടിക്ക് വേണ്ടി കുറച്ച് അധ്വാനിച്ചാൽ അത്രയും വോട്ട് കിട്ടുമെന്നും മുരളീധരൻ പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമമല്ല, ആഗോള പിണറായി ഉത്സവമാണ് സർക്കാർ നടത്തിയതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷിന്റെ നേതൃത്വത്തിൽ 13 ദിവസമായി നടന്ന യുവജന ജില്ലാ പദയാത്രയുടെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ ആഗോള അയ്യപ്പ സംഗമത്തിലും വൻ കൊള്ള നടന്നുവെന്നതിന്റെ കണക്കുകളാണ് പുറത്തുവരുന്നത്. കട്ടിലിന് പോലും ലക്ഷങ്ങളാണ് ദൂർത്തടിച്ചത്. UDF അധികാരത്തിലെത്തിയാൽ അയ്യപ്പന്റെ പേരിൽ കൊള്ള നടത്തിയവരെ ജയിലിലാക്കും. ജയിലിലെ വർദ്ധിപ്പിച്ച കൂലി വാങ്ങാൻ ആർക്കെങ്കിലും യോഗമുണ്ടാകുമോ എന്ന് നോക്കാവുന്നതേ ഉള്ളൂ. പിണറായി പ്രതിസന്ധിയിലാവുമ്പോഴെല്ലാം പ്രതിരോധിക്കുവാൻ വർഗീയ സ്റ്റോക്കുകൾ ഇറക്കുന്നയാളാണ് AK ബാലൻ. പേരിൽ മാത്രമാണ് ബാലൻ എന്നും ഭിന്നിപ്പിക്കുവാനുള്ള ശ്രമങ്ങളിൽ വളരെ മുതിർന്ന ആളാണ് ബാലൻ എന്നും OJ ജനീഷ് പറഞ്ഞു. അങ്കമാലി എരുമേലി ശബരി റെയിൽവേ പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കുവാൻ 1900 കോടി രൂപ ചെലവാക്കാൻ കിഫ്ബി COയെ ചുമതലപ്പെടുത്തിയതായിട്ട് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കേശവദാസപുരം മുതൽ അങ്കമാലി വരെയുള്ള MC റോഡ് 4 വരിയാക്കുവാൻ 5217 കോടി രൂപ ചെലവഴിക്കുവാനും തത്വത്തിൽ അംഗീകാരമായി. തിരുവനന്തപുരത്ത് വേളിയിൽ K സ്പേസിന്റെ എയറോസ്പേസ് കൺട്രോൾ സിസ്റ്റംസ് കോംപ്ലക്സ് സ്ഥാപിക്കാൻ ഭൂമി ഏറ്റെടുക്കുവാൻ 600 കോടിയും നൽകും. ഇവയുൾപ്പെടെ 8081 കോടിയുടെ പദ്ധതികൾക്കാണ് തത്വത്തിൽ അംഗീകാരം നൽകിയത്. ഇതിനു പുറമെ വെള്ളിയാഴ്ച ചേർന്ന കിഫ്ബി ഡയറക്ടർ ബോർഡ് യോഗം
689.45 കോടിയുടെ വിവിധ പദ്ധതികൾക്കും ധനാനുമതി നൽകി. ഇതോടെ കിഫ്ബിയിലെ പദ്ധതികളുടെ ആകത്തുക 1,10,000 കോടി രൂപയായി. ഇതുവരെ കിഫ്ബി 38,608.52 കോടി രൂപ ചെലവഴിച്ചു. MC റോഡിൽ പ്രധാന ജംഗ്ഷനുകൾ വികസിപ്പിക്കുന്നത് പ്രായോഗികമല്ല. അതിനാൽ 7 ബൈപ്പാസുകൾ അവിടെ നിർമ്മിക്കും. കിളിമാനൂർ, നിലമേൽ, ചടയമംഗലം, ആയൂർ, കൊട്ടാരക്കര, പന്തളം, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലാണ് ബൈപ്പാസുകൾ വരിക. ബാക്കി സ്ഥലങ്ങളിൽ റോഡ് 4 വരിയാക്കും. സ്പോർട്സ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിലെ ചാമ്പ്യൻ മോഹൻ ബഗാനെ നേരിടും. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ 3 മാസത്തിലേറെ വൈകിയാണ് മത്സരങ്ങൾക്ക് തുടക്കമാകുന്നത്. ഇന്ത്യയിലെ 1ാം നിര ഫുട്ബോൾ ലീഗിന് ഇന്ന് കൊൽക്കത്തയിൽ കിക്ക് ഓഫ് ഉണ്ടാകും. വൈകിട്ട് 5 മണിക്ക് സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും ഏറ്റുമുട്ടും. ആരാധകരുടെ പ്രിയപ്പെട്ട ലൂണയും നോവാസൊദുയും ഐമൻ അസർ സഹോദരങ്ങളും ഉൾപ്പെടെ നിരവധി താരങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ ബ്ലാസ്റ്റേഴ്സ് വിട്ടിരുന്നു. കോച്ച് ദവീദ് കറ്റാലയുടെ നേതൃത്വത്തിൽ ഒരുപിടി പുതിയ താരങ്ങളെ ടീമിലെത്തിച്ചാണ് പുതിയ സീസണിനായിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരുക്കം. പ്രധാന വാർത്തകൾ ഒരിക്കൽ. ബ്രിട്ടനിൽ കൊട്ടിഘോഷിച്ച് ലേബർ സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച കുടിയേറ്റ നിയമത്തിലെ പരിഷ്കാരങ്ങൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള എതിർപ്പുകളാൽ പാതി വഴിയിൽ മുടങ്ങും. കുടിയേറ്റ നയത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് പാർട്ടിക്കുള്ളിലെ കടുത്ത ഇടതുപക്ഷ എംപിമാർ. ബ്രിട്ടീഷ് സംസ്കാരത്തിനും പാരമ്പര്യത്തിനും നിരക്കാത്ത കടുത്ത നിയമങ്ങൾ കൊണ്ടുവരുവാനുള്ള പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട നിരവധി എംപിമാർ സർക്കാരിന് നിവേദനം സമർപ്പിച്ചു. പുതിയ കുടിയേറ്റ നിയമത്തിന് അന്തിമ രൂപമായി. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടന്റെ പുനർനിർമ്മാണത്തിൽ ഇന്ത്യൻ കുടിയേറ്റക്കാർക്ക് സുപ്രധാന പങ്കെന്ന ഈസ്റ്റേൺ ഇന്ത്യ സെന്ററിന്റെ പഠന റിപ്പോർട്ട്. ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഇന്ത്യൻ വംശജരുടെ നിരന്തര പരിശ്രമം പ്രധാനപ്പെട്ട പങ്കാണ് വഹിച്ചതെന്ന പുതിയ പഠന റിപ്പോർട്ട് പറയുന്നു. 1940-കൾ മുതൽ 2019 ബ്രെക്സിറ്റ് അനന്തര കാലഘട്ടം വരെ വലിയ തോതിൽ ബ്രിട്ടനിലേക്ക് കുടിയേറ്റ തരംഗമുണ്ടായത് 4 തവണ. UK-യിൽ ഡോക്ടർമാർ 29% ശമ്പള വർധനയ്ക്കായി സമരം ചെയ്യുമ്പോൾ കഠിന ജോലി ചെയ്തു വരുന്ന നഴ്സുമാർ അടക്കമുള്ള NHS ജീവനക്കാരോട് നീതികേട് കാണിച്ച സർക്കാർ. ലേബർ ഗവൺമെന്റ് പ്രഖ്യാപിച്ച 2026-27 വർഷത്തെ NHS ജീവനക്കാർക്കുള്ള ശമ്പള വർധന അപമാനിക്കലെന്ന് ജീവനക്കാർ. NHS ജീവനക്കാർക്ക് 3.3% മാത്രം ശമ്പള വർധന. പ്രതിഷേധം ശക്തമാക്കി NHS ജീവനക്കാർ. ഇറാനുമേലുള്ള സമ്മർദ്ദം കൂടുതൽ ശക്തമാക്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS ജെറാൾഡ് ആർ ഫോർഡിനെ കരീബിയൻ കടലിൽ നിലയുറപ്പിച്ച അമേരിക്കൻ സേന. ഇറാനുടൻ ആണവായുധ കരാറിലെത്തിയില്ലെങ്കിൽ വേദനാജനകമായ പ്രതികരണം നേരിടേണ്ടി വരുമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. യുദ്ധത്തിന് കോപ്പുകൂട്ടി അമേരിക്കൻ പ്രസിഡന്റ്. ഖാലിസ്ഥാൻ അനുകൂല പ്രവർത്തകനായ ഗുർപന്ത്വന്ത് സിംഗ് പന്നുവിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ കേസിൽ ഇന്ത്യൻ പൗരനായിട്ടുള്ള നിഖിൽ ഗുപ്ത അമേരിക്കൻ കോടതിയിൽ കുറ്റം സമ്മതിച്ചു. പന്നുവിനെ കൊലപ്പെടുത്തുവാൻ ഹിറ്റ്മാൻ എന്ന് കരുതിയ ഒരാൾക്ക് $15,000 മുൻകൂർ നൽകിയതായി ഗുപ്തയുടെ വെളിപ്പെടുത്തൽ ഫെഡറൽ കോടതിയിൽ. കൊലപാതകം, ഗൂഢാലോചന, പണം വെളുപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ സമ്മതിച്ച് ഗുപ്ത. ശിക്ഷാവിധി മെയ് 29. പരമാവധി 40 വർഷം വരെ തടവ് ലഭിക്കാം. 40 CRPF ജവാന്മാർ വീരമൃത്യു വരിച്ച പുൽവാമ ഭീകരാക്രമണത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾക്ക് ഇന്ന് 7 ആണ്ട്. ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ പുൽവാമയിൽ CRPF കോൺവോയ് വാഹനത്തിന് നേരെ ചാവേർ സ്ഫോടനം നടന്നത് 2019 ഫെബ്രുവരി 14. ഇന്ത്യൻ വ്യോമസേന തിരിച്ചടി നൽകിയത് 2019 ഫെബ്രുവരി 26. ശ്രീനഗറിലും പ്രാന്തപ്രദേശങ്ങളിലും പോലീസിന്റെ മിന്നൽ പരിശോധന. മണിപ്പൂരിൽ ഉക്രുൽ ജില്ലയിൽ നാഗ കുക്കി സംഘർഷം അവസാനിക്കുവാൻ ധാരണയായി. ഉക്രുൽ ജില്ലയിലെ ഇന്റർനെറ്റ് നിരോധനം പിൻവലിച്ചു. സംഘർഷം ധാരണയിലെത്തിച്ചത് കേന്ദ്ര സേനകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ താങ്കുൽ നാഗ ലോങ്ങും കുക്കി പ്രാദേശിക നേതൃത്വമായിട്ടുള്ള കുക്കിംഗ് ഇൻബിയുമായി നടത്തിയ ചർച്ചകളിൽ. ഒഴിവായത് വൻ കലാപം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ K മുരളീധരൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കുമെന്ന് സൂചന. തന്റെ പ്രവർത്തന മണ്ഡലം വട്ടിയൂർക്കാവ് തന്നെയെന്ന് K മുരളീധരൻ. വട്ടിയൂർക്കാവ് തിരിച്ചു പിടിക്കുവാൻ മുരളി തന്നെ ഇറങ്ങണമെന്ന് നേതൃത്വം. തിരുവനന്തപുരത്ത് ശബരിനാഥന്റെയും ശിവകുമാറിന്റെയും പേരുകൾ പരിഗണനയിൽ. പാർട്ടിക്ക് വേണ്ടി കുറച്ച് അധ്വാനിച്ചാൽ ഇലക്ഷൻ ജയിക്കാമെന്ന് K മുരളീധരൻ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.